हरि ओम श्री गुरुभ्यो नमः। हरिश्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ओम श्री महात्रिपुरसुन्दर्ये नमः। സൗന്ദര്യലഹരി മംഗളാചരണം. അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. അമ്മയുടെ മൂക്ക് വർണ്ണിച്ചു, അമ്മയുടെ ചുണ്ട് വർണ്ണിച്ചു, അമ്മയുടെ മുഖം വർണ്ണിച്ചു. മുഖം ചന്ദ്രിക വരെ തോറ്റുപോവും, ചന്ദ്രികയെക്കാളും സൗന്ദര്യം അമ്മയുടെ മുഖത്തിനുണ്ട് എന്ന് പറഞ്ഞു. ഇനി നാവിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി, നാവിനെ പറ്റിയാണ് പറയുന്നത്. 64-ാമത്തെ ശ്ലോകം. അവിശ്രാന്തം പത്യുർഗുണഗണകഥാമ്രേണ ജപാ ജപാ പുഷ്പഛായാ തവ ജനനി ജിഹ്വാ ജയദിസാ യദഗ്രാസീനായാ സ്ഫടികദൃശദച്ഛവിമയീ സരസ്വത്യാ മൂർത്തി പരിണമതി മാണിക്യവപുഷാം. നാവിൻ്റെ ചുവപ്പ് നിറം കൊണ്ട് ആണ് ഇവിടെ പറയുന്നത്. ഹേ ജനനി, അല്ലയോ മാതാവേ, അവിശ്രാന്തം ഇടവിടാതെ പത്യുഹോ ഭർത്താവായ പരമശിവന്റെ ഗുണഗണ കഥാമ്രേഡന ജപ ത്രിപുര വിജയാദി ഗുണഗണങ്ങളെ വിവരിക്കുന്ന കഥകളുടെ ആവർത്തനത്തോടുകൂടി ഉച്ചരിക്കുന്ന ജപത്തോടു കൂടിയതും ജപാപുഷ്പഛായ ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയുള്ളതുമായ തവ അങ്ങയുടെ നെന്തിരുവടിയുടെ സാ ജിഹ്വ ആ നാവ് ജയതി ജയിക്കട്ടെ സർവോത്കർഷേണ വർത്തിക്കുന്നു. യദഗ്രാസീനായ യാതൊരു ജിഹ്വയുടെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വത്യ, നാവിന്മേലാണ് സരസ്വതി വിളയാടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ അമ്മയുടെ നാവിൻ്റെ അറ്റത്ത് സരസ്വതി ദേവിയുണ്ട്. സരസ്വതി ദേവിയുടെ സ്ഫടികദൃശദച്ഛവിമയി സ്ഫടികക്കല്ലുപോലെ നിർമ്മലകാന്തിയോടു കൂടിയ മൂർത്തി, ശരീരം മാണിക്യവപുഷ പത്മരാഗരൂപമായിട്ട് പരിണമിക്കുന്നു. അല്ലയോ ലോകമാതാവേ, എല്ലാ സമയവും ഭർത്താവായ പരമശിവന്റെ ത്രിപുര വിജയാദി ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് കഥകളെ ആവർത്തിച്ച് ജപിക്കുന്നതും ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തിയുള്ളതുമായ നെന്തിരുവടിയുടെ ജിഹ്വ അങ്ങയുടെ നാവ് സദ്വോത്കർഷേണ വർത്തിക്കുന്നു. ആ ജിഹ്വയുടെ അഗ്രഭാഗത്തിൽ വർത്തിക്കുന്ന സരസ്വതീ ദേവിയുടെ സ്ഫടികക്കല്ലുപോലെ നിർമ്മലമായ ശരീരം ജിഹ്വയുടെ ശോണകാന്തി തട്ടി പത്മരാഗരൂപമായി ഭവിക്കുന്നു എന്ന് പറയും. അമ്മയുടെ നാവ് രക്തവർണ്ണമാണ്. മിക്കവാറും എല്ലാവരുടെ നാവും നല്ല ചുവപ്പ് കളറായിരിക്കും. അതുപോലെ അമ്മയുടെ നാവ് അതിൻ്റെ നാവിൻ്റെ കാന്തി തട്ടിയിട്ട് സരസ്വതി, ആ അഗ്രത്തിൽ സരസ്വതീ ദേവിയുണ്ട്. സരസ്വതീ ദേവിയുടെ സ്ഫടികക്കല്ല് പോലെ നിർമ്മലമായ ശരീരം ആ നാവിൻ്റെ ശോണകാന്തി തട്ടിയിട്ട് പത്മരാഗരൂപമായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പത്മരാഗസ്വരൂപമായിട്ട്, ചുവപ്പ് നിറമായിട്ടെന്ന് അർത്ഥം. അമ്മയും കൂടി സരസ്വതി ദേവി വെള്ള നിറത്തിലാണെന്നല്ലേ പറയാം. അപ്പോൾ ആ സരസ്വതി ദേവി കൂടി ചുവപ്പ് നിറമായിട്ട് ഭവിച്ചു അമ്മയുടെ നാവിൻ്റെ ആ കാന്തി കൊണ്ട്, ചുവപ്പ് കാന്തി കൊണ്ട്. അമ്മയുടെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമന്നാരായണായേതി സമർപ്പയാമി ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.